ഹായ് മലയാളി വില്ലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ വില്ലയിലുള്ള ആൾക്കാർ മാത്രമല്ല, നിങ്ങളെല്ലാവരെയുമാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. എന്നെ കേൾക്കാനും എന്നെ അറിയാനും എൻ്റെ വില്ലയിലേക്ക് വരാനും ഈ വീഡിയോ കൊണ്ടിട്ട് നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് ഓരോരോ കാരണങ്ങളാണല്ലോ അല്ലേ, വീഡിയോയുമായിട്ട് നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണങ്ങളൊക്കെ ഉണ്ടാവണം. അതുപോലെ വളരെ സന്തോഷമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. വേറൊന്നുമല്ല, എൻ്റെ ഈ മൊബൈലിലെ എപ്പോഴും കംപ്ലൈൻ്റ് ആണെന്നേ. വീഡിയോ എടുക്കാനാണെന്നുണ്ടെങ്കിലും അതും സാധിക്കില്ല, ലൈവ് ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോകും. പിന്നെ അറിയാമല്ലോ നിങ്ങൾക്ക്, മൊബൈലിൽ ഹാങ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ 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 കംപ്ലൈൻറ്റുകൾ മൊത്തം ഉണ്ട്. അപ്പോൾ മൊത്തത്തിലുള്ള കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് മൊബൈലിന്. അങ്ങനെ ഇരിക്കുമ്പം എന്ത് ചെയ്യും, ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഹാങ് ആവുന്നു, തന്നെ കട്ടായി പോകുന്നു. പിന്നെ മെസ്സേജ് ഇടാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ല ഇതിനകത്ത് വരുന്നത്, അത് വേറെ രീതിയിലേക്ക് പോവും. മെസ്സേജ് ചെയ്യുന്നത് വേറെ. അങ്ങനെ ഒരുപാട് ദിവസങ്ങളായിട്ട് ഈ കംപ്ലൈൻറ്റ് ഇങ്ങനെ നിലനിന്ന് വരുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ കരഞ്ഞിരിക്കുമ്പോഴത്തേക്കേ സർപ്രൈസായിട്ട് ടിങ് കണ്ട അപ്പോൾ ഒരു മൊബൈൽ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി എല്ലാ കാര്യങ്ങളും സ്മൂത്തായി പോകുന്നു എന്ന് വിചാരിക്കണം കേട്ടോ, അറിയാൻ പാടില്ല. അപ്പോൾ റെഡ്മിയുടെ ഫോണാണ്. ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഫോൺ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ടൊന്ന് ആ സന്തോഷം പങ്കുവെക്കണമെന്ന് തോന്നി. അതാണ് ഇപ്പോൾ വരാനുള്ള ഒരു പ്രത്യേകിച്ചുള്ള കാരണം. കൂടാതെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫോണൊക്കെ കിട്ടിയപ്പോൾ ഇനി വീഡിയോസൊക്കെ നന്നായിട്ടിടണം, പിന്നെ വീഡിയോ പിടിക്കണം. ഒന്നും ഇതിൻ്റെ ആദ്യാക്ഷരങ്ങളെക്കുറിച്ചൊന്നും ഒരു പിടുത്തവുമില്ല. എങ്കിലും എങ്ങനെയൊക്കെയോ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഓരോന്നോരോന്ന് ചെയ്തു പോകുന്നു എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ പൊക്കോട്ടെ. പിന്നെ പറയാനുള്ളത്, എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നുണ്ടേ, നമ്മുടെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാലും ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാലും ഏതിലും ആദ്യം കാണുന്നത് രേണു സുധി എന്ന് പറയുന്ന ഒരാളെക്കുറിച്ചിട്ടുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെയാണല്ലേ. സുപരിചിതയാണ് ഇപ്പം കേരളത്തിൽ. രേണുവിനെ എല്ലാവരും കൂടി ഇങ്ങനെ എയറിൽ പിടിച്ച് നിർത്തിയേക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, രേണു സുധിയെക്കുറിച്ച് ചേച്ചിക്ക് 2 വാക്ക് പറയാൻ പാടില്ലേ, എന്താണ് രേണുവിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്, അതൊന്ന് ഒരു വീഡിയോ ആയിട്ടൊക്കെ ഇടാൻ പറഞ്ഞു. ഒന്നും പറയാൻ ഞാനില്ല. രേണു സുധി എന്നൊരു ആളെക്കുറിച്ചിട്ട് ഈ കേരളക്കര മുഴുവനും അറിയാവുന്ന ഒരു ആളാണല്ലേ ഇപ്പം. രേണുവിനെ എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് ഞാനിനി പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറയാൻ ആളുമല്ല, എനിക്കത് പറയാനുള്ള ഒരു വോയിസും ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ജോലി ചെയ്യുന്നു, അവരും ജോലി ചെയ്യുന്നു. അവർക്ക് ഈ പറയുന്ന ഞാനടക്കം നമ്മൾ ആരും കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുന്നില്ല. അവരവരുടെ ജോലി ചെയ്ത് ജീവിക്കുന്നു. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. എല്ലാവർക്കും ഒന്ന് മാറുമ്പോൾ ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. ഒന്ന് മാറുമ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ഓരോന്നും വന്നുകൊണ്ടിരിക്കുന്നത് പോലെ അവർക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ. ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളവരോട്, വേറൊന്നുമല്ല കേട്ടോ. ഈ ചാനലൊന്നും അവർ കാണില്ല എന്ന് എനിക്കറിയാം. പിന്നെ നമ്മളത് ആ ഒരു കാര്യം ഇതിനകത്ത് സംസാരിച്ചിട്ട് എനിക്കങ്ങ് ഭയങ്കരമായിട്ട് റീച്ച് കയറ്റാനായിട്ടൊന്നും താല്പര്യമില്ല, അങ്ങനെയോട്ട് വരെയില്ല. നമ്മളൊരു പാവം ചെറിയ ചാനൽ തുടക്കക്കാരി എന്നുള്ള നിലയിൽ. എന്നാലും ഞാൻ 2 വാക്ക് അവരെക്കുറിച്ചിട്ട് പറയുകയെന്ന് വെച്ചാൽ, അവരെക്കുറിച്ചിട്ടൊന്നും പറയുകയല്ല, ഒരു കാര്യം മാത്രം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഈ വീഡിയോ അവർ കാണില്ല. കണ്ടു കഴിഞ്ഞാൽ, ആരെങ്കിലും വഴിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്ന് നിർത്തിയിട്ട് ഞാൻ പറയുകയാണ്. വേറൊന്നുമില്ല, നമ്മൾ ഒരുപാട് ആൾക്കാർ അവരുടെ ഇൻ്റർവ്യൂസിനും അവരുടെ കൂടെ നടന്നിട്ട്, ചാനലുകാരായിക്കോട്ടെ ആരായിക്കോട്ടെ, ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട് അവരുടെ പുറകെ നടക്കുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ പറയുന്ന ഇൻ്റർവ്യൂവിന് കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ വളച്ചൊടിച്ച് നമ്മുടെ കയ്യിലോട്ട് എത്തും. ഇനി വേറൊരു ന്യൂസ് കിട്ടുന്നത് വരേക്കും അവരൊക്കെ ഇവരുടെ പുറകെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിൻറ്റ്സൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കുറേശ്ശെയായിട്ട് കണ്ടൻസൊക്കെ ഇട്ട് അവർ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് കിട്ടുന്നത് കൊണ്ടിട്ട് അവർ ചാനലിലിടുന്നു. ഇവരാണെങ്കിലോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം ആലോചിച്ചിട്ട് പറയുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ പൂരമ്പുകളായിട്ട് നമ്മുടെ നേർക്ക് തന്നെ വരുന്നത് അല്ലേ. അപ്പോൾ ഓരോരുത്തരും ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് അല്പം ഒന്ന് ആലോചിച്ചിട്ട് സംസാരിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള വിവാദങ്ങളായിട്ട് കാര്യങ്ങൾ മാറി നമ്മളെ എയറിൽ കൊണ്ടു നിർത്തും. അതിപ്പം അവരാണെങ്കിലും നാളെ എനിക്കാവാം, ഇനി വേറൊരാൾക്കാവാം,
അങ്ങനെ ആർക്കാണെങ്കിലും അത് സ്വാഭാവികമാണ്. അപ്പോൾ ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കുമ്പോൾ ഇനിയും ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കേണ്ടി വരും. ശ്രദ്ധിക്കുക, എല്ലാവരും നിങ്ങളുടെ പുറകെയുണ്ട്. വേണ്ട കാര്യങ്ങൾ പറയുക, വേണ്ടാത്ത കാര്യങ്ങൾ പറയാണ്ടിരിക്കുക. നമ്മൾ സെലിബ്രിറ്റി ആയാലും നമ്മളല്ലാത്തതാണെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പറയുക, അല്ലാത്തത് പറയാണ്ടിരിക്കുക. ഓക്കെ, അത്രമാത്രം പറയുന്നുള്ളൂ ഞാൻ അതിനെക്കുറിച്ചിട്ട്. പിന്നെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ബിഗ് ബോസിനകത്ത് തുടക്കം മുതൽ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് മലയാളി വില്ല എന്നും പറഞ്ഞുകൊണ്ട് മലയാളി വില്ല എന്നെങ്ങാണ്ടുമാണെന്ന് തോന്നുന്നു ആദ്യം ഒരെണ്ണം വന്നിരുന്നത്. ഞാൻ അത് തുടങ്ങി ഞാൻ കാണാറുള്ളതാണ്. ഞാനിതിനകത്ത് ഭയങ്കര അഡിക്റ്റായി കഴിയുമ്പം വീട്ടിലെല്ലാവരും പറയും അടുത്ത ബിഗ് ബോസ് വരുമ്പോഴത്തേക്ക് എന്തായാലും എന്നെ പറഞ്ഞേക്കുമെന്ന്. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ, അവർ കളിയാക്കുകയാണ്, അങ്ങനെ പറഞ്ഞ് കളിയാക്കുകയാണ്. എന്ന് വെച്ചാൽ ഭയങ്കര അപ്ഡേഷനായിരുന്നു. വൈകുന്നേരം ഒരു 9 തുടങ്ങി 10 മണി വരെ 1 മണിക്കൂർ ബിഗ് ബോസിൻ്റെ ആ റിവ്യൂ ഒക്കെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് സീരിയൽ പോലെ ആയിരുന്നല്ലോ ആ സമയത്തൊക്കെ. അത് കാണിച്ച് കഴിഞ്ഞിട്ട് 10 മണി തുടങ്ങി 11 മണി വരെ പിന്നെ 1 മണിക്കൂറും കൂടി അവർ വേറെ ഇടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്നിയിൽ കാണിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ മുഴുവനും ഇരുന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇവരാരെങ്കിലും ബിഗ് ബോസിനെ കുറിച്ചിട്ട് പറയുമ്പം അതിനെക്കുറിച്ച് വാചാലമായിട്ട് ഞാൻ സംസാരിച്ച് ബിഗ് ബോസിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേഷൻ ഞാനെല്ലാം ഇങ്ങനെ പറയുമായിരുന്നു. അതുകൊണ്ടിട്ട് അവരെന്നോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ബിഗ് ബോസിൽ തന്നെ ഒരു കാര്യം ഞാനിപ്പോൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, വീടുകളിലായിക്കോട്ടെ, ഫ്രണ്ട്സിൻ്റെ ഇടയിലായിക്കോട്ടെ, ബന്ധുക്കളുടെ ഇടയിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും നമ്മളൊരു വാക്ക് പറയുന്നത് അത് ഞാനൊരു വാക്ക് ഇപ്പം നിങ്ങളോട് എന്നാണ് പറയുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് മറിഞ്ഞ് വരുമ്പം എന്നുള്ള വാക്ക് കാക്കയെന്നായിട്ട് മാറും. മനസ്സിലായോ? അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് അവർക്കൊരു ഗെയിം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാവരെയും ഹോളിൽ വിളിച്ചിരുത്തിയിട്ട് ഓരോരുത്തരായി പോയിട്ട് ബിഗ് ബോസ് ഒരു കഥ പറഞ്ഞു കൊടുക്കും. ആ കഥ മറ്റുള്ള ഒരാളിലേക്ക് പകരണം. അതവിടുന്ന് അടുത്ത ആളിലേക്ക് പകരുക. അതിങ്ങനെ അവസാനം പറഞ്ഞു വന്നിട്ട് അവസാനം പറഞ്ഞ ആൾ പറയുന്ന കഥ എന്താണെന്ന് ചോദിക്കും. അവർ പറഞ്ഞത് ഇതാക്കിയിട്ട് ശരിയായ കഥ ഇതാണെന്ന് പറഞ്ഞ് ബിഗ് ബോസ് കാണിച്ചു കൊടുക്കാറുണ്ട്. നിങ്ങളെല്ലാവരും അത് കാണുന്നതായിരിക്കും. അപ്പോൾ ആ കഥയിലുള്ള കാര്യമായിരിക്കില്ല, ആദ്യം പറയുന്നൊരു കഥയായിരിക്കില്ല അവസാനം പറയുന്ന ഒരാൾ പറയുന്നത്. അതെന്താവും എന്നറിയാമോ? ഞാൻ ഈ പറഞ്ഞതുപോലെ എന്ന് പറയുന്ന അക്ഷരത്തെ അവസാനം പറയുന്ന ഒരാൾ കാക്ക എന്നാക്കി മാറ്റും. അപ്പോൾ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. അതിങ്ങനെ കൈമാറി ലാസ്റ്റ് വരുമ്പോൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ഇപ്പം ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്താണെങ്കിലും ആവശ്യത്തിന് മാത്രം പറയുക, അതല്ലാണ്ട് പറയാണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ബിഗ് ബോസ് തന്നെ അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് ഇപ്പോൾ മിക്ക ആൾക്കാരും ബിഗ് ബോസിൽ പോകുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ബിഗ് ബോസിൽ പോയിട്ട് നിങ്ങളെന്താണ് ഞങ്ങൾക്ക് തരുന്ന ഒരു പാഠം, നിങ്ങളെന്താണ് പഠിപ്പിക്കുന്നത്, നിങ്ങളവിടെ കാണിക്കുന്നത് എന്താണ്? ഈ കൊച്ചു കുട്ടികൾ തുടങ്ങി വലിയ ആൾക്കാർ വരെ ബിഗ് ബോസിന് അഡിക്റ്റാണ്. അപ്പം നിങ്ങളവിടെ കാണിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം അത് തെറ്റായിട്ടും ശരിയായിട്ടും, ചിലവരുടെ കണ്ണിൽ ശരിയായിട്ടും ചിലവരുടെ കണ്ണിൽ തെറ്റായിട്ടും ഒക്കെ കാണും, അല്ലേ? അപ്പം ശരിയും തെറ്റുമൊക്കെ പുറത്തിരിക്കുന്ന ആൾക്കാർ വിലയിരുത്തുമ്പോൾ അകത്തിരിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? അത് മറ്റുള്ളവരും കൂടി എന്നെ കാണുന്നതാണ്, എന്നെ അറിയുന്നതാണ്, എൻ്റെ പ്രവർത്തികൾ അവർ വീക്ഷിക്കുന്നതാണ് എന്നുള്ള വിചാരത്തിലായിരിക്കും പെരുമാറുക. ചിലപ്പോൾ അത് കൈവിട്ടു പോകാം. അതുപോലെയുള്ള ഒരു കാര്യമാണ് ഈ ഗെയിമാണെങ്കിലും നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ 10-15 പേര് ഉണ്ടെങ്കിൽ പല സാഹചര്യത്തിൽ നിന്നും വരുന്ന ആൾക്കാരെയാണ് ആ വീട്ടിൽ കൊണ്ടുവന്ന് ഇടുന്നത്, അല്ലേ? അപ്പോൾ ആ സാഹചര്യത്തിൽ വളർന്ന ആൾക്കാരെല്ലാവരും കൂടി ഒരുപോലെ ഒരു വീട്ടിൽ പോകുമ്പോഴാണ് അതൊരു വീടായിട്ട് മാറുന്നത്, അല്ലേ? കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം എന്ന് പറയും. അതൊരു കുടുംബമായി കാണാനായിട്ടുള്ള ആഗ്രഹം അവസാനം അതെന്തായി മാറുന്നു എന്നുള്ളതും കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസ് നമുക്ക് തരുന്ന ഒരു ഗെയിം അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറയുന്ന കാര്യം അവസാനം കാക്ക എന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അത് കാണുന്നവരുടെ ഇതല്ല, നമ്മൾ അത് ഓരോ ആൾക്കാരിലേക്ക് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് മാറുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പം അത് തന്നെയാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി കുറച്ച് നാൾ ഇതിൻ്റെ പുറകെ പോകും. അത് കഴിഞ്ഞ് അവർക്കൊക്കെ ഇനി വേറൊരു ന്യൂസോ അല്ലെങ്കിൽ വേറൊരു വാർത്തകളോ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവരെല്ലാവരും അടുത്ത വാർത്തയുടെ പുറകിലേക്ക് പോകും.
അപ്പം അങ്ങനെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം. അപ്പം നമ്മൾ എവിടെ എന്ത് പറയണം എന്നുള്ളത് ജാഗ്രതയോടുകൂടി സംസാരിക്കുക, ജാഗ്രതയോടുകൂടി പറയുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കുക. ഇപ്പം ഇന്ന് മഴയൊക്കെ മാറി കുറച്ചൊരു വെയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ വെയിൽ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഇപ്പം എല്ലാവരും ഭയങ്കര തിരക്കിലായിരിക്കുന്നു വെച്ചാൽ കിട്ടുന്ന വെയിലിൽ തുണിയൊക്കെ ഉണക്കിയെടുക്കാനും എന്തെങ്കിലുമൊക്കെ അരിയും ഒക്കെ കഴുകി വെച്ചൊക്കെ ഉണക്കിയെടുക്കാനൊക്കെയുള്ള തിരക്കിലായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിലേക്കാണ് നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണം. എൻ്റെ ചാനലിൽ കാണാത്ത ആൾക്കാരുകൾ കയറിയിട്ട് ചാനൽ കാണാനായിട്ട് മറന്നു പോകരുത്. മലയാളി വില്ല ചാനലിന് എപ്പോഴും നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടാകണം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കണം. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതിനകത്ത് നമുക്ക് വേണ്ടത് നമ്മൾ എടുക്കുക, വേണ്ടാത്തത് നമ്മൾ കളയുക എന്നാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അയക്കാൻ മറക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോഴും പറയുന്നു. നിർദ്ദേശങ്ങൾ അയക്കാനായിട്ട് മറന്നു പോകരുത്. അതുപോലെ എല്ലാവർക്കും അടുത്ത വീഡിയോയുമായിട്ട് വരും വരേക്കും ബൈ.